പ്രിയങ്ക, എനിക്കറിയാം വരുൺ ഈ മാറ്റം വരുമെന്ന്. എന്നോട് മുത്തശ്ശി പറഞ്ഞിരുന്നു, വീട്ടിൽ പോയി അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ വരുണിന്റെ മനസ്സ് മാറും, എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്നൊക്കെ. ആ ശരിയാ, വീട്ടിൽ പോകാൻ തോന്നിയത് നന്നായി. ഇതുവരെ മനസ്സിനൊരു വ്യക്തത ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമായിട്ടുണ്ട്. താങ്ക്സ് വരുൺ. ഈ വ്യക്തത എന്താണെന്ന് അറിയണ്ടേ? പറഞ്ഞു, ഞാൻ കേൾക്കാൻ കൊതിച്ചിരിക്കുക. പറ. എനിക്ക് നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ എന്നെ ചതിച്ചവളാ. നീ നല്ലവളാണെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ നടന്ന തിരിമറികള് എന്തൊക്കെയാണെന്ന് എന്നോട് തുറന്നു പറ. വരുൺ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം. നിന്നെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറുതെ നീ നിന്റെ ജീവിതം പാഴാക്കണ്ട. മുത്തശ്ശിയല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും 10 ജന്മം കഴിഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കില്ല. വരുൺ ഇരിക്ക്. വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. പക്ഷെ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുണിന്റെ ഇഷ്ടക്കേടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് എല്ലാവരോടും പറയണം. അതിന് സമ്മതമാണോ? സമ്മതം. എന്റെ ഇഷ്ടക്കുറവ് ആരോട് പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, വരുണിന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തു, അവളെ വിവാഹം കഴിക്കും, പുതിയൊരു ജീവിതം ഉണ്ടാവട്ടെ. പക്ഷേ എന്റെ അവസ്ഥ എന്തായിരിക്കും? ദരിദ്രനായ ദേവനാരായണൻ തിരുമേനിയുടെ മകള്, വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്കകം ഇറങ്ങിപ്പോരേണ്ടി വന്നവള്.